ചൂലെന്ന് പറയുന്നത് ഒരുപാട് ഈർക്കിളികൾ ഒരുമിച്ച് കെട്ടുന്നതാണ് അല്ലേ? ഒരുമിച്ച് വെക്കുമ്പോൾ അത് കൂടെ നിർത്തുന്ന ആ കയറുണ്ടല്ലോ, ആ കയറിനനുസരിച്ചിരിക്കും, ആ കയർ എവിടെ കെട്ടുന്നു, എവിടെ പൊസിഷൻ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും, എത്രത്തോളം മുറുക്കുന്നു എന്നനുസരിച്ചിരിക്കും ആ ബ്രൂമിൻ്റെ, ആ ചൂലിൻ്റെ ഉറപ്പ്. ഈ ഓരോ ഈർക്കിളിയുടെ ബലം എടുത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ, ഒരുമിച്ച് വെക്കുക മാത്രമല്ല, അതിനെ ഒരുമിച്ച് കെട്ടി ഒരു കെട്ടുറപ്പോട് കൂടി നിർത്തുക. ഈ ഈർക്കിളി നമ്മളുടെ ടീം മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ കെട്ടാണ് നമ്മുടെ ടീം ലീഡർ. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചു വന്നത് ഒരു ചെറുകിട ബിസിനസ്സുകാരന് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ എങ്ങനെ അവൻ്റെ ബിസിനസ്സിനെ ഡെവലപ്മെൻറ്റ് ചെയ്യാവുന്നതിനെ കുറിച്ചുള്ള ചില തോട്ട്സാണ് നമ്മളിവിടെ പങ്കുവച്ചത്. ആദ്യമായിട്ട് നമ്മൾ പങ്കുവച്ചത് ഈ ഒരു എങ്ങനെ ടൈം ടേബിൾ, അതിൻ്റെ ടൈമിനെ എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ബിസിനസ് പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. നെക്സ്റ്റ് ഒന്നുമില്ലാത്ത ചെറിയ ഷോപ്പാണെങ്കിൽ പോലും എങ്ങനെ അവിടെ സിസ്റ്റമാറ്റിക് ആക്കാം, സിസ്റ്റം എങ്ങനെ കൊണ്ടുവരാം, വളരെ സിമ്പിളായിട്ട് സ്വയം കൊണ്ടുവരാം, അതിനെക്കുറിച്ച് സംസാരിച്ചു. തേർഡ് നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ്, അവൻ്റെ കൂടെയുള്ള അവൻ്റെ ടീമിനെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ലീഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇനി അതിൽ തന്നെ കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ നമുക്കൊരു ലീഡറിലേക്ക് എത്താം, നമ്മളെ കൂട്ടത്തിലുള്ള ആൾ ലീഡറാണ് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഓക്കെ, അനീഫിക്ക, പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന അവരെ നാളെ ഒരു 4-5 വർഷം അല്ലെങ്കിൽ 2-3 വർഷം ആകുമ്പോൾ ദേ ഡിസേർവ്സ് ആൻ അപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരെ പിടിച്ചിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഒരു മാനേജ്മെൻറ്റ് പൊസിഷനിലോട്ട് അല്ലെങ്കിൽ ഒരു ടീം ലീഡർ പൊസിഷനിലോട്ട് നമ്മൾ കയറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ അവരെ ഒപ്പം നിർത്തുവാനും നമ്മൾക്കെന്തോ കുറ്റബോധം, അവരെ വിട്ടുപോകാൻ പാടില്ല, അവർ നമ്മൾ വിട്ടുപോകാൻ പാടില്ല, അവരൊരുപാട് നമ്മൾ ഗ്രോത്തിനൊപ്പം നിന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കുന്ന ഒരു അപ്രീസിയേഷനാണ്. പക്ഷെ പലപ്പോഴും അവർ ആ ഒരു പൊസിഷനിലോട്ട് കയറുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവിടെ ഡിഫൈൻഡ് അല്ല. പിന്നീടാണ് അതിൻ്റെ ഡെഫിനേഷനൊക്കെ. പിന്നെ നമ്മൾ നേരെ ഉൾട്ടായിരിക്കും, നമ്മളുടെ ഇത്ര പൈസ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആളെ കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സമയത്താണ് നമ്മൾ പലപ്പോഴും അവർക്കൊരു ജോബ് റോൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. നമ്മൾ ഒരു ടീം ലീഡർ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ഒരു ടീം ലീഡർ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് വലിയ ബിസിനസ് ഒന്നുമില്ല, കൊച്ചു ബിസിനസ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്കൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഉദാഹരണം വെച്ച് നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ വീട്ടിൽ ചൂലെന്ന് പറയുന്നത് ഒരുപാട് ഈർക്കിളികൾ ഒരുമിച്ച് കെട്ടുന്നതാണ് അല്ലേ? ഈ ഈർക്കിളി ഒന്ന് വെച്ചിട്ട് നമ്മൾ അടിച്ചു വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബലം ഉണ്ടാവില്ല. ഈ ഈർക്കിളികൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലും ബലം ഉണ്ടാവില്ല, ഒരു കെട്ടുവാണ്. അതാണ്, മനസ്സിലായില്ലേ? ഒരുമിച്ച് വെക്കുമ്പോൾ അത് കൂടെ നിർത്തുന്ന ആ കയറുണ്ടല്ലോ, ആ കയറിനനുസരിച്ചിരിക്കും, ആ കയർ എവിടെ കെട്ടുന്നു, എവിടെ പൊസിഷൻ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും, എത്രത്തോളം മുറുക്കുന്നു എന്നനുസരിച്ചിരിക്കും ആ ബ്രൂമിൻ്റെ, ആ ചൂലിൻ്റെ ഉറപ്പ്, അല്ലെങ്കിൽ അത് കൊടുക്കുന്ന സിനർജി. നമ്മൾ സിനർജി എന്ന് പറഞ്ഞ വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ ഈർക്കിളിയുടെ ബലം എടുത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ, ഒരുമിച്ച് വെക്കുക മാത്രമല്ല, അതിനെ ഒരുമിച്ച് കെട്ടി ഒരു കെട്ടുറപ്പോട് കൂടി നിർത്തുക. അപ്പോൾ ഈ ഈർക്കിളി നമ്മളുടെ ടീം മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ കെട്ടാണ് നമ്മുടെ ടീം ലീഡർ. ഇത് അടിച്ചു വരുന്ന ആളാണ് ഓൺട്രപ്രനർ. മനസ്സിലായില്ലേ? ഓൺട്രപ്രനർ എന്ന് പറയുന്നത് അവർ ഡിസൈഡ് ചെയ്യും ഇത് ഏത് ഡയറക്ഷനിലാണ് അടിച്ചു വരേണ്ടത് എന്നുള്ളത്. അത് അടിച്ചു വരുന്ന സമയത്ത് ഈ ഈർക്കിളി എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് കെട്ടി നിർത്തുന്ന ആ കയറ്, ഈ കയറ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഓൺട്രപ്രനർ എഫിഷ്യൻ്റ് ആയിട്ട് അത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. നമ്മൾ എത്രയൊക്കെ മുറുക്കി പിടിക്കാൻ നോക്കിയാലും ഈർക്കിളി വഴുതി മാറും. ഇതിൻ്റെ ഇടയ്ക്ക് ഈർക്കിളികൾ അടിച്ചു വാരിയവർക്കറിയാം, ഈർക്കിളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുവലിൽ നിന്ന് ചാടിപ്പോവും. നമ്മളത് തിരിച്ചു വെക്കണം. ചാടിപ്പോകുന്ന പോട്ടേന്ന് വെക്കില്ല, നമ്മളത് തിരിച്ചു വെക്കണം. അതല്ലെങ്കിൽ അടുത്ത ഈർക്കിളി അവിടെ കയറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, കെട്ട് ഒന്നുകൂടി മുറുക്കണം, അല്ലെങ്കിൽ ലൂസ് ആവും. മനസ്സിലായി? ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പം ഈ കെട്ടാണ് ടീം ലീഡർ എന്ന് പറയുന്നത്. അവരാണ് ഇതിൻ്റെ ആ സിനർജി കൊണ്ടുവരുന്നത്. ഏറ്റവും സിമ്പിളായിട്ടൊരു ടീം ലീഡർ എന്നുള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത്. അപ്പോൾ അവിടെ ആ കെട്ടിൻ്റെ, അല്ലെങ്കിൽ ആ കെട്ടുന്ന ഒരു സ്ട്രോങ് കയർ അല്ലെങ്കിലും അവിടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എത്രത്തോളം ആ കയറിന് കെട്ട് വേണം, ബലം വേണം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിച്ച് അതിൻ്റെ റോൾ ഇതാണ്, ഇന്ന സ്ഥലത്ത് ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇന്ന ബലം കിട്ടണം എന്നുള്ള ആ റോളെല്ലാം നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തിട്ടായിരിക്കണം കയറ് തിരഞ്ഞെടുക്കേണ്ടത്. എന്തെങ്കിലും ഒരു കയറെടുത്തിട്ട് കെട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. മനസ്സിലായില്ലേ? ഈ ഈർക്കലി എത്രണ്ണം ഉണ്ടോ
അതിനനുസരിച്ച് നമ്മൾ ആ കയറ് വാങ്ങിക്കണം. അല്ലെങ്കിൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള, അതിനെ ഒരുമിച്ച് നിർത്താൻ പറ്റാവുന്ന കേപ്പബിൾ ആയിട്ടുള്ള കയറ് നമ്മൾ വാങ്ങിക്കണം. ഒന്നുകൂടെ അങ്ങ് പറഞ്ഞാൽ, അതായത് നമ്മൾ കണ്ടെത്തണം, ശരിയാണ്. നമ്മളെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ഈ കയറിനെ എങ്ങനെ കണ്ടെത്തുന്ന ഞാൻ ചോദിക്കും. നമുക്ക് കൂട്ടത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റാവുന്നത് ഓബിയസ്ലി അവരെന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതും അവർ ഏതൊക്കെ തരത്തിലാണ് എത്ര ബലം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ അവരെ കെട്ടുറപ്പോട് കൂടി കൊണ്ടുനടക്കാൻ ഇയാൾക്ക് കഴിവുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒരു പക്ഷേ ഈ പറയുന്ന കയർ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്ലെയർ ആയിരിക്കാം, നല്ലൊരു പെർഫോമർ ആയിരിക്കാം, സെയിൽസിലായിരിക്കാം, ചിലപ്പോൾ HR-ലായിരിക്കും, ചിലപ്പോൾ കസ്റ്റമർ സപ്പോർട്ടിലായിരിക്കാം. പക്ഷേ അയാൾക്ക് ഈ കെട്ടുറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിവുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതിലാണ് നമ്മുടെ മിടുക്ക്. ആ കയറിന് ഈർക്കിലിയുടെ ആ ബലമോ ആ ആറ്റിറ്റ്യൂഡോ അല്ല അവിടെ വേണ്ടത്, ഇവരെ ഒരുമിച്ച് നിർത്താനുള്ള കഴിവാണ് വേണ്ടത്. പീപ്പിൾ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീം ലീഡർ എന്ന് പറയുമ്പോൾ. ഈ പീപ്പിൾ മാനേജ്മെന്റ് ഉള്ള ഒരാളായിരിക്കണം, അല്ലാതെ മറ്റിതിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നിൽക്കുന്നു എന്ന് കണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്നിടാൻ പാടില്ല. ഒരിക്കലും നല്ലതായിട്ട്, അല്ലെങ്കിൽ പർച്ചേസിൽ നന്നായിട്ട്, കസ്റ്റമർ ഡീലിങ്സ് നന്നായിട്ട് ചെയ്യുന്നു, അതല്ല നോക്കേണ്ടത്. അതിനർത്ഥത്തിൽ ഒരു ടീമിനെ കൊണ്ടുപോകാനുള്ള കഴിവ് ഉള്ള ഒരാളെ. എക്സാക്ട്ലി. ലീഡർ എന്ന് പറയുമ്പോൾ ടീമിന്റെ ടീം എന്ന് പറയുന്നത് ടുഗദർ എവ്രി വൺ അച്ചീവ്സ് മോർ. പക്ഷെ ആ ടുഗദർ നിൽക്കണം എന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. എന്താണ് അവരുടെ ചിന്താഗതി എന്നോ മെൻറ്റാലിറ്റി എന്നോ ഒന്നൊന്നും നമുക്കറിയില്ല. അപ്പം അത്തരത്തിലുള്ള ആളുകളെ കെട്ടുറപ്പോടുകൂടെ നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് അയാളുടെ പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത്, ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടി. പ്രത്യേകിച്ച് ഈ ബിസിനസ് ഫേമിലൊക്കെ എല്ലാവർക്കുമുള്ള ഒരു ഗോൾ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ മണിയാണെങ്കിൽ തന്നെ എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം എന്ന് തന്നെ, ബിസിനസ് പച്ചയായിട്ട് പറഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗോള് കണ്ടെത്തി, എല്ലാവരുടെയും ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോള് കണ്ടെത്തി, അങ്ങനെയാണോ ഈ ലീഡർഷിപ്പ് കൊണ്ടുവരണം, അല്ലാതെ വേറെ എന്തെങ്കിലും? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, ഈ ചൂലിന്റെ ഇടയ്ക്ക് ആവശ്യം വരുമ്പോൾ നമ്മളെ കെട്ടഴിച്ചിട്ട് വേറെ പണിക്കൊക്കെ എടുക്കും. മനസ്സിലായില്ലേ? നമുക്ക് എവിടെയൊക്കെ കാശുണ്ടാക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൊണ്ടുപോയി ഇടുക, അതല്ല. വെരി ഗുഡ്. മനസ്സിലായി? അപ്പൊ എന്തോ ഈ ചൂല് നമ്മൾ അഴിച്ചെടുത്തു, അപ്പൊ ഇവർ സ്കാറ്റേർഡായി, ഈ ഈർക്കിലി സ്കാറ്റേർഡ് ആയി. അതിനെ ഒരുമിച്ച് ആവാതിരിക്കാനാണ് ഇവരെ കെട്ടിട്ടിരിക്കില്ല. ഈ മണിയല്ലാത്ത വേറെന്തെങ്കിലും റാപ്പോ ഉണ്ടോന്നാണ്. എല്ലാവർക്കും കോമൺ റാപ്പോ മണിയായിരിക്കുമല്ലോ, മറ്റുള്ളവർക്കൊക്കെ പലതും ഉണ്ടായിരിക്കും. ഇപ്പൊ ചൂലിന് ഇതുപോലെ കെട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും റാപ്പോ വേണം. ഈ മണി റാപ്പോ മാത്രമാണോ ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് കൊണ്ടുപോകാനുള്ള? അല്ല, വേറെ എന്തൊക്കെ? അല്ല. നമ്മള് ബാഹുബലി സിനിമയില് നമ്മൾ കണ്ടൊരു രംഗമുണ്ട്. ബാഹുബലിയുടെ യോദ്ധാക്കൾ, പടനായകരല്ല പടയാളികൾ, അവർ തോൽക്കുന്നു എന്ന് മനസ്സിലോട്ട് വന്നപ്പോൾ അവർ പിന്തിരിഞ്ഞ് ഓടുകയാണ്. അപ്പം ബാഹുബലി വന്നിട്ട് കുറച്ചൊരു ഡയലോഗ്സ് പറയുന്നുണ്ട്. ഈസ് എ ട്രൂ മോട്ടിവേറ്റർ. മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾ ജീവിതം ഒന്നേ ഉള്ളൂ, അത് ജീവിച്ച് തന്നെ തീർക്കണം, അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നിടത്താണ് സക്സസ് നമുക്ക് ഈ ജീവിക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നുള്ള പറഞ്ഞ് ആ ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത് ഒരേ ദിശയിലോട്ട് സഞ്ചരിക്കാനുള്ള ഇൻപുട്സും. അതായത് ഓരോരുത്തർക്കും അവരെ മോട്ടിവേഷൻ ചെയ്യുന്ന അവരുടെ സക്സസ് എന്ത് മനസ്സിലാകുന്ന വ്യത്യാസമായിരിക്കും. ലീഡർ അത് കണ്ടറിയാനുള്ള കഴിവാണ്. അത് കണ്ടറിഞ്ഞ് ഒരേ ദിശയിലോട്ട് മാത്രമല്ല, അതായത് ഓരോരുത്തരുടെയും പാറ്റേൺ വ്യത്യാസം ഉണ്ടായിരിക്കും. അവരെ പഠിക്കുകയും അവരുടെയൊക്കെ ഗോളിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിബൺ ആയിരിക്കണം.